പമ്പയിൽ രാവിലെ 10:30 മുതൽ ഭക്തർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തും. 10:30ക്ക് ശേഷം പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് ഭക്തരെ കടത്തിവിടില്ല. അതേസമയം ഇന്ന് രാവിലെ താരതമ്യേന തിരക്ക് കുറവായിരുന്നു. മിഥുൻ മുരളി ചേരുന്നുണ്ട്. മിഥുൻ, ഈ മാമലയിലെ മകരജ്യോതി ദർശനം കാണുന്നതിന് വേണ്ടിയിട്ട് പല ഭാഗങ്ങളിൽ നിന്നായിട്ടാണ് ജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ദർശനം കഴിഞ്ഞവർ പോലും പലയിടങ്ങളിൽ തമ്പടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിയന്ത്രണം ആവശ്യമാണ്. ഇപ്പോൾ പമ്പയിൽ രാവിലെ മുതൽ തന്നെ നിയന്ത്രണമുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിലത്തെ സ്ഥിതി എങ്ങനെയാണ്? മിഥുന് കേൾക്കാൻ കഴിയുമെന്ന് തോന്നുന്നു. എന്തായാലും വലിയ ഭക്തജന തിരക്ക് തന്നെയാണ് സന്നിധാനത്തും അതുപോലെ തന്നെ പമ്പയിലും ഒക്കെ തന്നെ അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് രാവിലെ മുതൽ പമ്പയിലടക്കം ഈ ഭക്തർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തും. 10:30 മുതലാണ് ഭക്തർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതെന്ന് അറിയാൻ കഴിയുന്നുണ്ട്. സന്നിധാനത്തേക്ക് ഇതിനുശേഷം പമ്പയിൽ നിന്നും ഭക്തരെ കടത്തി വിടുകയില്ല. ഇന്ന് രാവിലെ മുതൽ താരതമ്യേന തിരക്ക് കുറവാണ് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. മിഥുന് കേൾക്കാൻ കഴിയും എന്ന് വിചാരിക്കുന്നുണ്ട്. മിഥുൻ, എന്താണ് നിലവിലത്തെ ഒരു അവസ്ഥ? രജനി, 50,000 ഭക്തർക്ക് മാത്രമാണ് ഇന്ന് വെർച്വൽ ക്യൂ വഴി ബുക്കിംഗ് അനുവദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ പമ്പയിൽ കഴിഞ്ഞ വർഷങ്ങളെക്കാൾ താരതമ്യേന തിരക്ക് കുറവ് അനുഭവപ്പെടുന്നുണ്ട്. കഴിഞ്ഞ മണ്ഡലകാലത്തൊക്കെ സന്നിധാനത്ത് വലിയ തിരക്ക് അനുഭവപ്പെടുകയും അത് വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തവണ വെർച്വൽ ക്യൂ ബുക്കിങ്ങിൽ ക്രമാതീതമായിട്ടുള്ള കുറവ് വരുത്തിയിരിക്കുന്നത്. അങ്ങനെയാണ് 50,000 ഭക്തർക്ക് മാത്രം ഇന്ന് ദർശനത്തിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ രാവിലെ ക്രമാനുഗതമായിട്ടുള്ള തിരക്ക് കുറവ് പമ്പയിൽ അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ മണിക്കൂറുകൾ മുന്നോട്ട് പോകും തോറും തിരക്കിൽ വർധനവും പമ്പയിൽ അനുഭവപ്പെടുന്നുണ്ട് എന്ന് പറയാം. പക്ഷേ അത് താരതമ്യേന കുറവാണ്. ഇന്ന് 10:30 വരെയാണ് പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് ഭക്തർക്ക് പ്രവേശനം അനുവദിച്ചിട്ടിരിക്കുന്നത്. 10:30ക്ക് ശേഷം പമ്പയിൽ ഭക്തരെ തടയും എന്നുള്ള അനൗൺസ്മെന്റ് പല സമയങ്ങളായിട്ട് ഇവിടെ അറിയിക്കുന്നുണ്ട്. അധികൃതർ ഭക്തജനങ്ങളെ അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 10:30ക്ക് മുൻപായിട്ട് ഈ പമ്പയിലേക്ക് ഭക്തജനങ്ങൾ എത്തുന്നത് കൊണ്ടാകണം 9 മണിക്ക് ശേഷമുള്ള സമയത്ത് വലിയ രീതിയിലുള്ള ഒരു തിരക്കിന്റെ വർധനവ് അനുഭവപ്പെടുന്ന സാഹചര്യം പമ്പയിൽ ഉണ്ട്. മറ്റ് ഭാഗങ്ങളിൽ പമ്പയ്ക്കും നിലയ്ക്കലിനും ഇടയിൽ 5 വ്യൂ പോയിന്റുകളാണ് പ്രധാനമായിട്ടുള്ളത്. ഈ 5 വ്യൂ പോയിന്റുകളിലും കൃത്യമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒടുക്കുന്നതടക്കമുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് പോലീസ് അധികാരികൾ ഉൾപ്പെടെയുള്ള ആളുകൾ. പമ്പയിൽ പ്രധാനമായിട്ടും 2 സ്ഥലത്താണ് വ്യൂ പോയിന്റ് ഉള്ളത്. ഒന്ന് പമ്പയിലെ പമ്പ ഹിൽ ടോപ്പ് സബ്സ്റ്റേഷന് എതിർവശത്തുള്ള പാർക്കിംഗ് മേഖല. ഇവിടെ വലിയ രീതിയിൽ ഭക്തജനങ്ങൾ തടിച്ചുകൂടുന്നതിനുള്ള സാധ്യതയുണ്ട്. അതുകൂടാതെ പമ്പ ത്രിവേണി പെട്രോൾ പമ്പിന് സമീപമുള്ള പാർക്കിംഗ് മേഖല. ഈ 2 ഭാഗങ്ങൾ പമ്പ ഹിൽ ടോപ്പിന് സമീപത്തായുള്ള ഭാഗങ്ങളാണ് ഈ 2 പാർക്കിംഗ് മേഖലകളും. ഇവിടെ വലിയ രീതിയിൽ സാധാരണഗതിയിൽ ഭക്തജനങ്ങൾ തടിച്ചുകൂടി മകരജ്യോതി ദർശിക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അവിടെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുന്ന നടപടികൾ അന്തിമഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ ഇവിടെ ഈ പമ്പ ത്രിവേണി ഭാഗത്ത് എത്തി സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നുണ്ട്. നിലയ്ക്കലിനും പമ്പയ്ക്കും ഇടയ്ക്ക് പ്രധാനമായും 5 വ്യൂ പോയിന്റുകളാണുള്ളത്. അത് അട്ടത്തോട് പടിഞ്ഞാറെ കോളനി, ഇലവുങ്കൽ, നെല്ലിമല, അയ്യന്മല തുടങ്ങിയ ഭാഗങ്ങളാണ്. ഈ ഭാഗങ്ങളിലും കൃത്യമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും പുരോഗമിക്കുകയാണ്. അട്ടത്തോട് പടിഞ്ഞാറെ കോളനി ഭാഗത്തൊക്കെ വലിയ രീതിയിൽ ആളുകൾ കൂട്ടം കൂടി എത്തുന്നതിനും മകരജ്യോതി ദർശിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ ഇന്ന് ഉച്ചതിരിഞ്ഞ് 2 മണിക്കൊക്കെ ശേഷമുള്ള സമയത്ത് വലിയ രീതിയിൽ ഭക്തജനങ്ങൾ തടിച്ചുകൂടുന്ന സാധ്യതയുള്ള സ്ഥലങ്ങളാണ് ഈ അട്ടത്തോട് പടിഞ്ഞാറെ കോളനി മേഖലകളുമൊക്കെ. അതോടൊപ്പം തന്നെ ദർശനം കഴിഞ്ഞവർ പോലും, കാരണം ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ തന്നെ ഈ ഒരാഴ്ചയായിട്ട് ദർശനം കഴിഞ്ഞവർ പോലും ഈ മകരജ്യോതി കാണുന്നതിന് വേണ്ടിയിട്ട് തമ്പടിച്ചിരിക്കുന്നുണ്ട് പല മേഖലകളിലും. രജനി, പമ്പയിലും പരിസര പ്രദേശങ്ങളിലും തിരക്ക് ഒരു തരത്തിൽ വർദ്ധിക്കുന്നതിനുള്ള അല്ലെങ്കിൽ തിരക്ക് അനുഭവപ്പെടുന്നതിനുള്ള ഒരു സാഹചര്യത്തിന്റെ കാരണം തന്നെ അതാണ്. പമ്പയുടെ പല ഭാഗങ്ങളിലും ഈ മകരജ്യോതി ദർശിക്കുന്നതിന് വേണ്ടി ഭക്തജനങ്ങൾ തങ്ങുന്ന സാഹചര്യമുണ്ട്. അത് പ്രധാനമായിട്ടും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തമിഴ്നാട് അടക്കമുള്ള ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങൾ പമ്പയുടെ വിവിധ ഭാഗങ്ങളിൽ മകരജ്യോതി ദർശിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അവരും ഈ തിരക്ക് ഒരു വർധനമായിട്ട് തോന്നുന്നതിന് അനുഭവപ്പെടുന്നതിനുള്ള കാരണമായിട്ട് വിലയിരുത്താം. ഈ പമ്പ ത്രിവേണിയിലും പമ്പ ഹിൽ ടോപ്പ് പരിസരത്തുമൊക്കെ നിന്നുകൊണ്ട് മകരജ്യോതി ദർശിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഭക്തജനങ്ങൾ ഇവിടെ കാത്തിരിക്കുന്നത്. അത് പമ്പയിൽ ചെറിയ ടെന്റുകളൊക്കെ കെട്ടി കാത്തിരിക്കുന്ന ഭക്തജനങ്ങളാണ്. അവരുടെ വലിയ ആഗ്രഹ സാഫല്യത്തിന്റെ നിമിഷങ്ങളാണ് ഇനി ഉണ്ടാവുക. ഒരു ഉച്ചയ്ക്ക് ശേഷമുള്ള സമയത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പമ്പയ്ക്കും നിലയ്ക്കലിനും ഇടയിലുള്ള ഭാഗങ്ങളിൽ അട്ടത്തോട് പടിഞ്ഞാറെ കോളനി, ഇലവുങ്കൽ, നെല്ലിമല, അയ്യന്മല തുടങ്ങിയ ഭാഗങ്ങളിലും ജില്ലയ്ക്ക് പുറത്തുള്ള പഞ്ഞിപ്പാറ ഈ ഭാഗങ്ങളിലൊക്കെ ഭക്തജനങ്ങൾ വലിയ രീതിയിൽ തടിച്ചുകൂടി ഇവർക്ക് ഈ മകരജ്യോതി കൃത്യമായിട്ട് ദർശിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകുന്ന തരത്തിൽ ഈ സ്ഥലങ്ങൾ പിടിക്കുന്നതിനുള്ള സ്ഥലങ്ങൾ
ക്രമീകരിച്ച് സ്ഥലം ഇരിപ്പിടങ്ങൾ ഉറപ്പിക്കുന്നതിനുള്ള തിടുക്കവുമായിട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ തന്നെ അവിടെ പോലീസ് ഉദ്യോഗസ്ഥരെയൊക്കെ വ്യാപകമായിട്ട് വിന്യസിച്ചിട്ടുണ്ട്. ഈ ഭാഗങ്ങളിലൊക്കെ സുരക്ഷാ ക്രമീകരണങ്ങൾ കൃത്യമായി നടപ്പാക്കുന്നതിനുള്ള കാര്യങ്ങളും രാവിലെ മുതൽ തന്നെ പുരോഗമിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തിരുവാഭരണ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ടാണ്. തിരുവാഭരണ ഘോഷയാത്ര ഇന്ന് പുലർച്ചെ 2:30 ലാഹ സത്രത്തിൽ നിന്നും യാത്ര ആരംഭിച്ചു. ഇപ്പോൾ നിലയ്ക്കലാണ് ഈ ഘോഷയാത്ര എത്തിച്ചേർന്നിരിക്കുന്നത്. നിലയ്ക്കൽ ക്ഷേത്രത്തിൽ ഘോഷയാത്ര വിശ്രമത്തിലാണ്. അവിടെ ഭക്തജനങ്ങൾക്ക് ഈ തിരുവാഭരണ ഘോഷയാത്ര കാണുന്നതിനുള്ള ദർശിക്കുന്നതിനുള്ള സൗകര്യമുണ്ട്. 9 മണിയോടുകൂടി നിലയ്ക്കൽ ക്ഷേത്രത്തിലെത്തി 9:30 വരെ അവിടെ തുടരും. 9:30-ക്ക് ശേഷം വീണ്ടും നിലയ്ക്കലിൽ നിന്നും അട്ടത്തോട് വഴി റോഡ് മാർഗമാണ് ഘോഷയാത്ര സഞ്ചരിക്കുക. റോഡ് അട്ടത്തോട് എത്തിയതിനു ശേഷം അട്ടത്തോട് കോളനി ഭാഗത്ത് എത്തിയതിനു ശേഷം പിന്നീട് വനഭാഗത്തേക്ക് ഇത് ഘോഷയാത്ര പ്രവേശിക്കും. തുടർന്ന് ഉച്ചയോടുകൂടി വലിയനാവട്ടത്ത് എത്തും. വലിയനാവട്ടത്ത് സ്വീകരണമുണ്ട്. അതിനുശേഷം ചെറിയനാവട്ടം വഴി ഉച്ചയ്ക്ക് 2:30 ശരംകുത്തിയിലെത്തും. അതിനുശേഷം അവിടെ നിന്നും സ്വീകരണത്തോടുകൂടി ദേവസ്വം അധികാരികളുടെയും മറ്റ് ആളുകളുടെയും എല്ലാം സ്വീകരണത്തോടുകൂടി ദീപാരാധനയ്ക്ക് മുൻപായിട്ട് സന്നിധാനത്ത് എത്തുകയും ചെയ്യും. ഭക്തജനങ്ങൾ ഈ കാത്തിരിപ്പ് അയ്യനെ ഈ സർവാഭരണ വിഭൂഷണനായി കാണുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പിന്റെ പരിസമാപ്തി എന്ന നിലയിൽ ദീപാരാധനയ്ക്ക് തൊട്ട് മുൻപായിട്ട് ഇന്ന് ഘോഷയാത്ര തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്ത് എത്തിച്ചേരുകയും ചെയ്യും. ഇപ്പോൾ നിലയ്ക്കൽ ക്ഷേത്രത്തിലാണ് തിരുവാഭരണ ഘോഷയാത്ര തുടരുന്നത്. അവിടെ വലിയ രീതിയിൽ ഭക്തജനങ്ങൾ തിരുവാഭരണ ഘോഷയാത്ര കാണുന്നതിനും തിരുവാഭരണം ദർശിച്ച് സായുജ്യമടയുന്നതിനുമൊക്കെ വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. രാവിലെ പുലർച്ചെ മുതൽ തന്നെ നിലയ്ക്കൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഭക്തജനങ്ങളുടെ വലിയ തിരക്കും അനുഭവപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തിരുവാഭരണ ഘോഷയാത്ര കടന്നു വന്ന വഴിത്താരകളിലെല്ലാം നമ്മൾ കണ്ടതാണ്. വലിയ ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. ഈ ഘോഷയാത്രയ്ക്ക് സ്വീകരണമൊരുക്കുകയും ഒപ്പം തന്നെ ഘോഷയാത്ര തിരുവാഭരണ പേടകത്തിൽ നിന്നും തിരുവാഭരണം പുറത്തു വെച്ചുകൊണ്ട് ഭക്തർക്ക് ദർശനം അനുവദിച്ച ക്ഷേത്രങ്ങളിലുമെല്ലാം വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടിരുന്നത്. മണിക്കൂറുകളോളം ഭക്തജനങ്ങൾ ഇവിടെ തിരുവാഭരണം ദർശിക്കുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. സമാനമായ കാര്യം തന്നെയാണ് ഇപ്പോൾ ഈ നിലയ്ക്കൽ ക്ഷേത്രത്തിലും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. 9:30-ക്ക് ശേഷം അവിടെ നിന്നും യാത്ര തുടർന്ന് റോഡ് മാർഗം പടിഞ്ഞാറ് അട്ടത്തോട് കോളനി ഭാഗത്തേക്ക് എത്തും. അട്ടത്തോട് കോളനി ഭാഗത്ത് നിന്നും വനത്തിലേക്ക് വനമാർഗം സഞ്ചരിച്ച് പിന്നീട് ഉച്ചയോടുകൂടി വലിയനാവട്ടത്ത് എത്തും. വലിയനാവട്ടത്ത് വിശ്രമമുണ്ട്. അതിനുശേഷം ചെറിയനാവട്ടം വഴി ശരംകുത്തിയിലെത്തും. അവിടെ സ്വീകരണം ഒരുക്കുന്നു. എന്തായാലും തിരക്കിൽ ക്രമാനുഗതമായിട്ടുള്ള കുറവ് അനുഭവപ്പെടുന്നുണ്ട്. 50,000 പേർ. ശരി, എന്തായാലും പമ്പയിലും രാവിലെ 10:30 മുതൽ ഭക്തർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. 10:30-ക്ക് ശേഷം പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് ഭക്തരെ കടത്തിവിടുന്നില്ല. അതേസമയം ഇന്ന് രാവിലെ താരതമ്യേന തിരക്ക് കുറവായിരുന്നു. എന്തായാലും ആത്യന്തികമായ ഭക്തരുടെ ലക്ഷ്യം എന്ന് പറയുന്ന തിരുവാഭരണം ചാർത്തിയുള്ള അയ്യനെ കാണുക എന്നുള്ളതും ഒപ്പം മകരജ്യോതി ദർശനവും തന്നെയാണ്. വൈകിട്ടാണ് തിരുവാഭരണം ചാർത്തിയുള്ള പൂജ നടക്കുന്നത്. അതിനുശേഷം മകരജ്യോതി ദർശനം കാണും. നിരവധി ഭക്തർ പലയിടങ്ങളിലായിട്ട് തടിച്ചുകൂടി നിൽക്കുന്നുണ്ട്. 10 വ്യൂ പോയിന്റുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. എല്ലായിടത്തും വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പോലീസിൻ്റെ വലിയൊരു സന്നാഹം തന്നെ പലയിടത്തായിട്ടും വിന്യസിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും വരുന്നുണ്ട്. എന്തായാലും മിഥുൻ മുരളിയാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരുന്നത്.